ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോളിവുഡിലെ തന്നെ എക്കാലത്തെയും മികച്ച 5 റൊമാൻറ്റിക് മൂവീസിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. അഞ്ചാമത്തെ ഫിലിമാണ് മിഡ് നൈറ്റ് സൺ. 2018 ഈ പടം റിലീസ് ചെയ്തത്. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർണോൾഡ് ഷ്വാസ്നിഗറിൻ്റെ മകനായ പാട്രിക് ഷ്വാസ്നിഗറാണ് ഈ പടത്തിലെ മെയിൻ ക്യാരക്ടർ ചെയ്തത്. സൺലൈറ്റ് സെൻസിറ്റിവിറ്റി ഉള്ള ഒരു പെൺകുട്ടി അവിചാരിതമായിട്ടൊരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നു. അവർ പ്രണയത്തിലാവുന്നതും പിന്നീട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും എങ്ങനെയാണ് അവരുടെ ലവിനെ ബാധിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിമാണ് മിഡ് നൈറ്റ് സൺ എന്ന് പറയുന്നത്. പാട്രിക് ഷ്വാസ്നിഗറിനെ കൂടാതെ ബെല്ല ത്രോൺ, കിൻ സെഫേർഡ് ഇവരൊക്കെ മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു അടിപൊളി പടം തന്നെയാണ് മിഡ് നൈറ്റ് സൺ എന്ന് പറയുന്നത്. വളരെ മികച്ചൊരു സ്റ്റോറി ലൈനിൽ വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരുടെയും മനം കവർന്നൊരു പടം തന്നെയാണ് മിഡ് നൈറ്റ് സൺ എന്ന് പറയുന്നത്. നാലാമത്തെ ഫിലിമാണ് വർക്ക് ഇറ്റ്. 2020 റിലീസായ ഒരു മ്യൂസിക്കൽ ആക്ഷൻ ആൻഡ് റൊമാൻറ്റിക് മൂവിയായിരുന്നു വർക്ക് ഇറ്റ് എന്ന് പറയുന്നത്. താരതമ്യേനെ അക്വേർഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എങ്ങനെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവളുടെ ജീവിതത്തിനിടയ്ക്ക് അവൾക്ക് സംഭവിക്കുന്ന റൊമാൻസ് ആൻഡ് ലവ്, അവരുടെ ജീവിതം, അവളുടെ പ്രണയം, ഇതൊക്കെയാണ് ഈ പടം മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഡാൻസ് ട്രൂപ്പിനെ ചുറ്റിപ്പറ്റിയാണ് ഈ പടം തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തുപോലെ നിങ്ങളിത് കണ്ടു നോക്കുക. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ പടമാണ് 5 ഫീറ്റ് അപ്പാർട്ട്. എനിക്ക് തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു പടമാണ് 5 ഫീറ്റ് അപ്പാർട്ട്. പേഴ്സണലി എൻ്റെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ഒരു മൂവിയാണ് 5 ഫീറ്റ് അപ്പാർട്ട് എന്ന് പറയുന്നത്. 2019 റിലീസായ ഈ പടം ഒരു റൊമാൻറ്റിക് ത്രില്ലർ ആയിരുന്നു. 2 മണിക്കൂർ ലെങ്ത്തുള്ള ഈ ഒരു ചിത്രം ഒരിക്കലും നമ്മളെ നിരാശരാക്കില്ല, ഒരിക്കലും നമ്മളെ മടുപ്പിക്കില്ല. ഓരോ രംഗവും നമ്മൾ വളരെ എൻഗേജിംഗ് ആയിട്ട് കാണുന്ന ഒരു അടിപൊളി പടമാണ് 5 ഫീറ്റ് അപ്പാർട്ട് എന്ന് പറയുന്നത്. സിസ്റ്റിക് ഫൈബ്രോസിസ് പേഷ്യൻസ് ആയിട്ടുള്ള 2 പേർ, അവരെങ്ങനെയാണ് അവരുടെ പ്രണയം, അവരെങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയുന്ന അടിപൊളി ഒരു പടമാണിത്. ഒരു രോഗത്തിൻ്റെ റെസ്ട്രിക്ഷൻസിൽ നിന്നും അവരെങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവർക്ക് ചുറ്റുമുള്ളവരൊക്കെ അവരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അവരെങ്ങനെയാണ് മറ്റുള്ളവരെ നോക്കിക്കാണുന്നത് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു വിഷൻ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പടമാണിത്. നമ്മുടെ ഈ ലിസ്റ്റിലെ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാതെ കാണേണ്ട ഒരു പടമാണ് 5 ഫീറ്റ് അപ്പാർട്ട് എന്ന് പറയുന്നത്. എന്ത് പോയാലും നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ് 5 ഫീറ്റ് അപ്പാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ചിത്രമാണ് വേർഡ്സ് ഓൺ ബാത്റൂം വാൾ. 2020 റിലീസായ ഈ പടം ഒരു റൊമാൻറ്റിക് ഡ്രാമാറ്റിക് മൂവിയായിരുന്നു. ചാർലി പ്ലമർ, ടൈലർ റസൽ എന്നിവരാണ് ഈ പടത്തിലെ മെയിൻ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഷിഷോസ്ഫെറിയ പേഷ്യൻ്റ് ആയിട്ടുള്ള ആഡം അദ്ദേഹത്തിൻ്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു വളരെ എൻഗേജിംഗ് ആയിട്ട് നമ്മളെ പിടിച്ചിരുന്ന ഒരു പടം തന്നെയാണ് വേർഡ്സ് ഓൺ ബാത്റൂം വാൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ലിസ്റ്റ് ഒരുപാട് റീച്ച് കിട്ടാത്തൊരു പടമാണ് വേർഡ്സ് ഓൺ ബാത്റൂം വാൾ. ഒരുപാട് പേർ കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്തൊരു പടവും കൂടിയാണ് വേർഡ്സ് ഓൺ ബാത്റൂം വാൾ. ഒരു അണ്ടർറേറ്റഡ് ആയിട്ടുള്ള പടമാണ്. പക്ഷേ എന്തുപോയാലും എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക. എന്തുപോയാലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു പടം ഞാനിങ്ങനെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയായിരിക്കും വേർഡ്സ് ഓൺ ബാത്റൂം. IMDb റേറ്റിംഗിൽ 7.2 റേറ്റിംഗ് ഉള്ള ഒരു പടമാണിത്. ഈ ചിത്രത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ്. ആഡമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ചാർലി പ്ലംബർ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ് ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ആളാണ് ലൈഫ് ഇൻ എ ഇയർ. വിൽ സ്മിത്തിന്റെ മകനായിട്ടുള്ള ജേഡൻ സ്മിത്ത് മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു അടിപൊളി പടമാണ് ലൈഫ് ഇൻ എ ഇയർ എന്ന് പറയുന്നത്. ജേഡൻ സ്മിത്തിനെ കൂടാതെ തന്നെ കാര ഡെവിംഗിൻ ഒരു മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ക്യാൻസർ ആണെന്ന് മനസ്സിലായ നമ്മുടെ നായകൻ അവൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളെ അവൻ എങ്ങനെയായിരിക്കും മനോഹരമായി മാറ്റുക എന്ന് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു അടിപൊളി പടമാണ് ലൈഫ് ഇൻ ഇയർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ ലൈഫ് ഇൻ ഇയർ ഒന്നാമത് വന്നതെന്ന് നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. എന്തുപോലെ ഇത് കണ്ടു നോക്കുക. IMDb റേറ്റിംഗിൽ 6.2 ആണ് ഇതിൻ്റെ റേറ്റിംഗ്. ജേഡൻ സ്മിത്തിൻ്റെ കരിയറിലെ തന്നെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് കാണുന്ന ഒരു പടമാണ് ലൈഫ് ഇൻ ഇയർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു മൂവി എന്നതിനപ്പുറം ഈ ഒരു പടം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് മേക്കിങ്ങിൽ ഏറ്റവും അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു പടമാണ് ലൈഫ് ഇൻ ഇയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റിലുള്ള 5 റൊമാൻറ്റിക് മൂവീസ്. എന്തുപോയാലും ഈ ഒരു പടങ്ങൾ മിസ്സാക്കാതെ കണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.